ഇവന്മാർ ഈ മുസ്ലിം ലോകത്ത് കാണിച്ചു കൂട്ടിയ തമ്മാടിത്തങ്ങൾ, അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ കിരാത നടപടികൾ അത് അതുപോലെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആർക്ക് ദുഃഖം, എന്തിനു ദുഃഖം? എന്നിട്ട് ഈ ശൈത്താന്മാർ, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹിസ്ബു ശൈത്താൻ ഉണ്ടല്ലോ, അതിന്റെ നേതാവുണ്ടായിരുന്നല്ലോ ഹസൻ നസ്റുള്ള എന്ന് പറയുന്ന നസ്രു ശൈത്താന്, അവനാണ് ലബനാനിലൊക്കെ സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്താൻ നേതൃത്വം കൊടുത്ത വേറെ ശൈത്താനാണ് അവനൊക്കെ. എന്നിട്ട് സിറിയയിലെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ അവരുടെ സ്വത്തും സമ്പത്തും വീടും സ്ഥലവും ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടുകയാണ്. അഭയാർത്ഥികളായിട്ട് ലബനാനിൽ പോകുമ്പോൾ ഈ ശൈത്താണ്ടല്ല ഹസൻ നസ്റുള്ള എന്ന് പറയുന്ന ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ സീമന്തപുത്രൻ, ഇറാന്റെ സീമന്തപുത്രൻ, അവൻ TV ചാനൽ വന്ന് ചിലക്കാണ് ചിരിച്ചുകൊണ്ട്. എന്ത് അഭയാർത്ഥികളായി വന്ന സിറിയക്കാരോട് പറയണേ, നിങ്ങൾ കടലിൽ ചാടിക്കോളി, കടലിൽ കപ്പലാക്കി മാറ്റിക്കോളി, നിങ്ങൾ കടലിൽ ചാടി മരിച്ചോളി എന്നാവൻ പറയണത്. എടോ, അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വർത്താനാണോ അത്? അവിടെ കാംനയുടെ സഹായത്തോടുകൂടി, പിന്തുണയോടുകൂടി കാസിം സുലൈമാനിയും ബഷാർ അൽ അസദും കൂടി സിറിയയിലെ ലക്ഷക്കണക്കിനായ സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക. പ്രായഭേദമന്യേ വയസ്സായവരും പിഞ്ചുമക്കളെയും എല്ലാവരും കൊന്നൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ സാധുക്കൾ ജീവൻ കയ്യിൽ പിടിച്ച് മരണവപ്രാളത്തോടു കൂടി അഭയാർത്ഥികളായിട്ട് ലബനനിലെത്തുക. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് കാംനയുടെ മറ്റൊരു സീമന്തപുത്രൻ പറയാണ്, നിങ്ങൾ കടലിൽ ചാടിക്കോളീൻ. ഇതൊന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ആഗോള ചലനങ്ങൾ, ആഗോള മരത്തിൽ നിന്നും ഒരു പഴുത്ത ഇല വീണാൽ അത് പിച്ചിപ്പൊളിച്ച് കീറിപ്പൊളിച്ച് അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുന്ന മീഡിയ ഒന്നും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? നിങ്ങളെ കണ്ണുന്ന ഒരു തുള്ളി കണ്ണീര് വീണൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളെ കണ്ടമിടറിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളൊരു അനുശോചനം പോലും രേഖപ്പെടുത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. എവിടെയായിരുന്നു നിങ്ങൾ? എന്തായിരുന്നു നിങ്ങളെ അവർക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നതിൽ നിന്നും തടഞ്ഞ ചേതോവികാരം എന്തായിരുന്നു? നിങ്ങൾ പറയണങ്ങള്, നിങ്ങൾ വലിയൊരു മുസ്ലിം സംരക്ഷകര്, നിങ്ങൾ വലിയൊരു സാമ്രാജ്യത്വ വിരുദ്ധര്. കണ്ടു നോക്ക്, അന്ന് ഈ ഹസൻ നസ്റുള്ള എന്ന് പറയുന്ന ഈ പിശാജ് പറഞ്ഞ വർത്താനാണത്. നിങ്ങൾ കടലിൽ ചാടിക്കോളീൻ. كمن وجد حلا نهائيا لأزمة النازحين السوريين في لبنان، ظهر زعيم حزب الله قائلا: هذا البحر أمامكم فاتخذوه سفنا واركبوه. لنكن أمام قرار وطني يقول فتحنا البحر. أيها النازحون السوريون، أيها الإخوة، كل من يريد أن يغادر إلى أوروبا، إلى قبرص، هذا البحر أمامكم فاتخذوه سفنا واركبوه. رسالة واحدة ألصق عليها نصر الله عناوين عدة إلى اللاجئين السوريين أن لبنان لم يعد قادرا على التكفل بهم، وإلى الأوروبيين مناورة للضغط لا يدرك بعد مآربه فيها. ركب حزب الله موجة سياسية جديدة تثار بشأنها أسئلة عديدة، أتراها تبتغي تضامن الشارع اللبناني أم الحكومة السورية؟ قد يكون من بين حسابات حزب الله خشية من أزمة ديمغرافية تلقي بثقلها على موازين القوى والوجود، حيث يشكل السوريون سدس تعداد سكان لبنان وجلهم من السنة. കേട്ടില്ലേ? ആ ശൈത്താൻ പറയാണ്, എന്ത് ചിരിച്ചുകൊണ്ടാ പറയണത്. TV ചാനലിൽ ചിരിച്ചുകൊണ്ട് അഭയാർത്ഥികളോട് പറയണേ, നിങ്ങൾ കടലിൽ ചാടിക്കോളി, കടലിൽ നിങ്ങൾ ഒരു കപ്പലാക്കി മാറ്റിക്കോളി. കണ്ടില്ലേ? ആളുകൾ വണ്ടിയിൽ കുത്തി നിറച്ചിട്ട് പോകുന്നത് സ്വിറ്റ്സർലൻഡിലേക്കും സിംഗപ്പൂർക്കും അവധിക്കാലം ആഘോഷിക്കാൻ പോവല്ല. ഈ കാംനയുടെ വലം കൈയും ഇടം കൈയുമായിരുന്ന കാസിം സുലൈമാനിയും ബഷാർ അൽ അസദും സിറിയയിലെ ജനങ്ങളെ കൂട്ടക്കൊല നടത്തിയപ്പോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന സാധുക്കള് അവരോടാ പറഞ്ഞ, നിങ്ങൾ കടലിൽ ചാടിക്കോളീൻ. ഇതൊന്നും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രശ്നമല്ല. ഓൾക്ക് ഈ ഷിയാക്കൾ എന്ത് തമ്മാടിത്തം ചെയ്താലും കുഴപ്പമില്ല, ഓൾക്ക് ഈ ഷിയാക്കൾ സഹാബത്തിനെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ഉമ്മ ആയിഷബിയെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, സഹാബത്തിനെ മൊത്തം കാഫിറാക്കാലും കുഴപ്പമില്ല. എന്നാലും ഓൾ ഇസ്ലാമിന്റെ നേതാക്കന്മാരെന്നെ. ഇത്രത്തോളം നിലപാടില്ലാത്ത, ആദർശമില്ലാത്തൊരു ടീം ഈ ഇസ്ലാമിസ്റ്റുകളെ പോലെ ഇത്രക്കായിട്ടും അമ്മമാർ ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇറാനെ.